ഇപ്പോൾ 10-12 വർഷമായി. ഒരു വലിയ ഉരുൾപൊട്ടലായിരുന്നു. അതിലെ അവളുടെ അപ്പനും അമ്മയും മരിക്കുന്നേ. പിന്നെ അവളുടെ പഠിത്തവും താമസവും ഒക്കെ നോക്കിയിരുന്നത് പള്ളിക്കാരാ. പക്ഷെ ഇപ്പോൾ അവരും ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ട. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവിടെ നിർത്താൻ പാടാ. നമ്മളത് മനസ്സിലാക്കണമല്ലോ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതിലും കഷ്ടം. എനിക്കാണെങ്കിൽ 4 പെൺപിള്ളരാ. പോരാത്തതിന് ആടും പശുവും കോഴിയും ഒന്നും നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്ന് കരുതി ഞങ്ങളവളെ സാറിൻ്റെ കൂടെ പറഞ്ഞു വിട്ട് ബാധ്യത തീർക്കുകയൊന്നുമല്ല. പിന്നെ സാറിന് അവളെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇത് നമുക്കങ്ങ് നടത്താം. ആ, എൻ്റെ മൂത്ത മോക്കിപ്പോൾ ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. ഒരു തങ്കപ്പെട്ട ചെറുക്കൻ. സത്യം പറയാമല്ലോ സാറേ, ദയവായിട്ട് ആ സാറിന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിച്ചേ. അല്ലേ എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ? പിന്നെ സാറിൻ്റെ ആദ്യ ബന്ധത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകരുത്. അത് സാറ് നോക്കിക്കോണം. ഹലോ, എന്തു പറ്റി? അവനിന്നോടെ വന്നോ? എന്നെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ കാത്തിരിക്കുക മാമ. അതിന് മുമ്പ് നമുക്ക് പോകണം. നീ ഒരാഴ്ച കൂടി സമയം എന്താ? പൈസ ഒത്താ നമ്മൾ ഈ ആഴ്ച തന്നെ ഇവിടെ വിടും. ദൂരെ എങ്ങോട്ടെങ്കിലും ഒരിടത്ത്. നിനക്ക് കള്ളനെന്ന പേരില്ലാതെയും എനിക്കറിയാൻ പരിഹാസം ഇല്ലാതെയും ജീവിക്കണം. അത്രയേ ഉള്ളൂ. யாரு அவனா? என்ன பாபுவா? அவனை சூசிக்கணும் கேட்டு வளர்க்கிக்கலையும். என்ன പ്ലാൻ? ഒളിച്ചോട്ടമാ? സൂപ്പർ സൂപ്പർ. പക്ഷെ എങ്ങനെ? ഇപ്പോഴല്ലേ നമ്മുടെ കല്യാണം തീരുമാനിച്ചത്. അപ്പോൾ അത്ര പെട്ടെന്ന് ഒളിച്ചോടാമോ? നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരു വഴിയിരിക്ക്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് ഒളിച്ചോടിക്കോ. അല്ലെങ്കിൽ വേറൊരു വഴിയിരിക്ക്. പക്ഷേ നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നീ സമ്മതിക്കണം. നീ സമ്മതിച്ചാൽ നിനക്കും ഓക്കെ ആകും, എനക്കും ഓക്കെ ആകും, ബാബുവിനും ഓക്കെ ആകും.